പഴയൊരു ബോട്ട് പൊടുതപ്പി എടുത്ത് ഞങ്ങൾ വീണ്ടും അതേ ചാർട്ടറിൽ വീണ്ടും പോവാണ്. ഒരു 2-3 കൊല്ലത്തിന് ശേഷമാണ് ഈ ചാർട്ടറിൽ പോകുന്നത്. ഞങ്ങളുടെ അടുത്ത് പുതുതായിട്ട് ഇവിടെ എബിനുണ്ട്, പിന്നെ എബിൻ്റെ പപ്പയുണ്ട്. എബിൻ്റെ പപ്പേനെ ഒന്ന് ഫിഷിങ്ങിലേക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എബിൻ്റെ പപ്പ അങ്ങ് അയർലൻഡിൽ വലിയ കൊമ്പനെ പിടിച്ചിട്ട് വന്ന പുള്ളിയാണ്. പുള്ളി ഇവിടെ തകർക്കും. എന്നാണേലും പപ്പയാണ് ഇന്നത്തെ താരം. ഞങ്ങളിവിടെ വന്നിട്ട് എബിനെ പിടിച്ചു, എബിൻ്റെ പപ്പാനെ പിടിച്ചു, എബിനെ പിടിച്ചു. ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന് പോടുന്ന കുറേ വെറൈറ്റി മീനുകളെയാണ് പിടിച്ചത് ചേർന്ന്. ആ പ്രദേശമാണ് വന്നത്. പക്ഷേ ഇന്നത്തെ ഇതിൽ ഇവിടെ സ്നാപ്പർ ഏകദേശം ഫുൾ കോട്ട കിട്ടി, പിന്നെ പിങ്ക് മാവുമാവ് ഒരെണ്ണത്തിനെ കിട്ടി, പിന്നെ വേറെ നമ്മൾ പിടിച്ചത് പിന്നെ മറ്റേ റെഡ് റൂബി കിട്ടി. റെഡ് റൂബി ഒരു 3-4 റെഡ് റൂബി കിട്ടി. പിന്നെ വെറൈറ്റി ആയിട്ട് വേറെ കുറച്ച് റോക്ക് ഫിഷിനെ കിട്ടി. എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കവർ ചോദിച്ചപ്പോൾ അവർ അടിച്ചാൽ പൊട്ടാത്ത അതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പല്ല് തെറിച്ചു പോകും. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറയുന്നത് എല്ലാം കണ്ടു നോക്കാതെ. പിന്നെ ഇഷ്ടം പോലെ കിങ് ഫിഷ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം റാറ്റായിരുന്നു. അതിനെയൊക്കെ വളർന്ന് വലുതാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും വിട്ടു. ടിജാവും വലുതായിട്ട് വീണ്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാണാം അടുത്ത വട്ടം. നമ്മുടെ ചാർട്ടേഡ് ബോട്ടുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് രാവിലെ 6:30-7 മണിക്കായിരിക്കും. അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരമൊക്കെ വെളുത്തപ്പോൾ തന്നെ ഞങ്ങൾ സ്പോട്ടിലെത്തി. നല്ല അടിപൊളി ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇന്ന് ഇച്ചിരി സണ്ണിയുമാണ്. ഈ കാണുന്ന സെയിലിംഗ് ബോട്ട് 2000 അമേരിക്കാസ് കപ്പ് വിൻ ചെയ്ത ബോട്ടാണ് ഇത്. അതിനുശേഷം അവരിവിടെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമുക്കിതിൻ്റെ അടിയിൽ കൂടാണ് നേരെ ബോട്ടിൻ്റെ അടുത്തോട്ട് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു ചെന്ന ഒരു ഗേറ്റിൻ്റെ അടുത്ത്. ഇവിടെ പാസ്കോഡൊക്കെ അടിച്ചെങ്കിലേ ഗേറ്റ് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പാസ്കോഡൊക്കെ അടിച്ച് ഗേറ്റ് ഓപ്പൺ ആക്കി നേരെ ബോട്ടിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശാൻ മുമ്പിൽ പോകുന്നതിനൊരു കാരണമുണ്ട്. ജെൻസിന് മാത്രമേ ഈ ബോട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ആശാനെ നേരെ മുമ്പിൽ വിട്ടേക്കുന്നത്. പുള്ളിക്കാരൻ പോയി ബോട്ട് കണ്ടുപിടിച്ച് കയറുന്ന ബോട്ടയിലേ ഞങ്ങൾ പോയി കയറത്തുള്ളൂ. കാരണം അതാണ് നമ്മൾ പോകുന്ന ബോട്ട്. അങ്ങനെ കുറേ നേരം അതുവഴി ഇതുവഴി കറങ്ങിയിട്ട് ഒരു ബോട്ട് കണ്ടുപിടിച്ച് പുള്ളിക്കാരൻ കയറാൻ പോകുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം ആ ബോട്ടിൽ തന്നെ കയറുകയാണ്. അപ്പോൾ അവസാനം സ്ഥിരീകരിച്ചതാണ് നമ്മുടെ ബോട്ട്. നമ്മുടെ കപ്പിത്താനകത്തിരിപ്പുണ്ട്. ഇതൊരു വലിയ ബോട്ടാണ്. ഇതായാലും അത്രയും കുലുക്കം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇതിൻ്റെ വലിപ്പം കാരണം. മറ്റേ ചെറിയ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് കുലുങ്ങും. ഓടിയാടുന്ന മീനെ പിടിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ബോട്ടിൽ തന്നെ നമുക്ക് റോഡും സപ്ലൈ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി റോഡുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിൻസ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളൂ അല്ലേ? 2 വർഷം മുമ്പ് അത് ശരി. പോയതാ. ഞാനുണ്ടായിരുന്നു, ഷാനചേട്ടനുണ്ടായിരുന്നു. ട്രവേളി, ലെതർ ജാക്കറ്റ്, പിങ്ക് സ്നാപ്പർ. അത് സ്നാപ്പർ? അത് ശരി. ആ, ഈ വട്ടം പോകുമ്പോൾ എന്തിനാ കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ വട്ടം പോകുമ്പോഴത്തേക്കും ഗതിയുള്ള പോലെ കൊണ്ടാണ് പോകുന്നതെങ്കിൽ അറിയാം. നമ്മൾ ബോട്ടെടുത്ത് പുറത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇരു സൈഡുകളിൽ ഇതുപോലെ കൺസ്ട്രക്ഷൻസ് വർക്കുകൾ നടക്കുന്നത് കാണാൻ പറ്റും. ഇഷ്ടംപോലെ വാട്ടർ ഫ്രണ്ട് ഹൗസിംഗ് സെക്ഷനുകളാണ് വിൽക്കാനിട്ടേക്കുന്നത്. കുറേയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, കുറേയൊക്കെ വേക്കൻ്റാണ്. റിട്ടയർമെൻറ്റ് ലൈഫ് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. ബോട്ട് കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലോട്ട് നേരെ കയറിപ്പോകാം. അപ്പുറത്തെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാം. റോഡ് ആക്സസ് ഉണ്ട്. റിട്ടയർ ആകുമ്പോൾ ഇതുപോലൊരു സെറ്റപ്പ് വീടൊക്കെ മേടിക്കണ്ടേ? അല്ല, ഇവിടെ വന്നിങ്ങനെ ബോട്ട് മീനെ പിടിക്കുക, ഇവിടെ വരുന്നു. കൊള്ളാം കേട്ടോ. ഇതാണ്ട് എൻ്റെ ഇടയ്ക്കൊക്കെ 1-2 പ്ലോട്ട് വിൽക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കാലിയാ. അങ്ങനെ ഞങ്ങൾ നേരെ പുറംകടലിലോട്ട് ഇറങ്ങി. ഇന്ന് കുറേ ബുക്കിങ്ങുകളൊക്കെ ക്യാൻസലായെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ 6 പേരേ ഉള്ളൂ. അതുകൊണ്ട് ബോട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമാണ്. എവിടെ വേണേലും പോയി നിന്ന് മീനെ പിടിക്കാം. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കൊണ്ട് നിർത്തിയത് സ്നാപ്പറിനെ പിടിക്കാൻ വേണ്ടിയാണ്. അവിടെ നമുക്ക് അത്യാവശ്യം സൈസുള്ളത് നമ്മുടെ കോട്ട അനുസരിച്ചുള്ള സ്നാപ്പറിനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. Don't put your fingers in the gills. If it has to go back, they're dead. Okay. Yeah, because that's where they breathe. They breathe from there. Now turn it around. Yep. So the 2 things you don't do with snapper: stick your finger in its mouth. Okay. Sharp teeth. Yep. It'll chew your finger off. And don't put your fingers in there. Okay. Because if it's got to go back in the water, you've just damaged all the oxygen where they breathe from. Okay. You damaged it. But then you can put that one on your Okay, bottom. thank you. Okay. അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എണ്ണാക്കി കൈയിടല്ല ഇവിടെ. വളർന്നിട്ട് ബിഗായിട്ട് വരും. മുമ്പ് ഞാൻ പറഞ്ഞങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. ഇവിടുന്ന് റാറ്റ് സേഫ്റ്റിങ് ഇഷ്ടം പോലെ അടിക്കുന്നു.
വളർന്നിട്ടൊക്കെ വെട്ടെ. നമ്മളങ്ങനെ അവിടുത്തെ മീൻപിടുത്തം നിർത്തി അടുത്ത സ്പോട്ടിലോട്ടുള്ള പോക്കാണിത്. ഈ പോകുന്ന സമയത്ത് നമുക്ക് അടിപൊളി സീനിക് വ്യൂവേഴ്സ് ഉണ്ട്. ഇന്ന് നല്ല കാം ആൻഡ് ക്വയറ്റുമാണ്. പിന്നെ ഇവിടെ ഒരു പഴയ ഓയിൽ റിഫൈനറി ഉണ്ട്. അപ്പം ഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ പൈൻ മരങ്ങളൊക്കെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ആയിട്ട് ഷിപ്പുകൾ വരുന്നു, വന്നു പോകുന്നൊരു സ്ഥലമാണ്. നമ്മുടെ അടുത്ത സ്പോട്ടിൽ നിന്ന് എല്ലാവർക്കും അടിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് റൂബിയാണ്. ഇവിടെ കുറച്ചുകൂടി ഡീപ്പാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് റെഡ് റൂബി കിട്ടുന്നത്. ഇതിൻ്റെ ചെതുമ്പലിന് ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് തുണിയിട്ട് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കൈമുറിയാനുള്ള ചാൻസ് ഉണ്ട്. We don't have a size limit for this, do we? What's the name of this one? Pig fish. Big Pig. No, oink oink. Oh yes, big fish. Yes. പിടിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം. കൊണ്ട് അക്വേറിയത്തിലിടാൻ അടിപൊളി സാധനം. വെറൈറ്റി കിട്ടിയെന്നുള്ള പരാതി തീർന്ന്. വെള്ളത്തിടണ്ട, അല്ല വെള്ളത്തിൽ തിരിച്ചിടല്ലെന്ന് ഞാൻ പറഞ്ഞ. സ്വന്തമായിട്ടൊരു ബോട്ട് ഹയർ ചെയ്തിട്ട് സീനിക് വ്യൂവിന് പോകുന്ന ഒരു ഫീലിങ്സാണ് ഇപ്പോൾ. 2 ഡോൾഫിനെ കൂടെ കാണുമായിരുന്നെങ്കിൽ അതുകൂടെ പൂർത്തീകരിക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്പോട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് ഇഷ്ടംപോലെ മാക്രൽ. മീൻസ് അപ്പം തന്നെ ചെറിയ ചൂണ്ട എടുത്തിട്ട് കുറച്ച് മാക്രലിനെ പിടിച്ചു. ആ കൂട്ടത്തിൽ വീണ്ടും നമുക്ക് കിങ് ഫിഷ് അടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം റാറ്റ് സൈസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ തിരിച്ചതുപോലെ വിടുകയാണ്. അത് നല്ല സാധനം കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേന് നമ്മൾ മീൻപിടുത്തം നിർത്തി നേരെ തിരിച്ച് കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ബോട്ടുകാരനോട് ബൈബി പറഞ്ഞ് കരയിലോട്ട് എത്തുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ലോക്കലാണെന്നൊരു പുള്ളിക്കാരത്തി വന്ന് നമ്മൾ എന്തൊക്കെയാണ് മീനെ പിടിച്ചതെന്ന് കാണാനും സംസാരിക്കാനും വന്നു. ആ പുള്ളിക്കാരത്തിക്ക് രാവിലെ കണ്ട് ഒരു ട്രെവേലിയെ വലിയ ഒരെണ്ണത്തിനെ കിട്ടിയെന്ന്. ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ഭ്രാന്താണ്. അതിനിപ്പം പ്രായമോ എന്നുള്ളൊരു പ്രശ്നമേ അല്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Oh, a little parrotfish or whatever. Oh, bit of a mixture. Yeah, mixture. Yeah, that's good. No big ones? No. Not today. No today, yeah. We caught a big 60 centimetre trevally yesterday in the harbour. We've been trying, but nothing's left. Oh, nice day out anyway. Yeah. Good on you. താങ്ക് യു. Good man. ഫിഷിംഗ് കഴിഞ്ഞൊരു ഐസ്ക്രീം മസ്റ്റല്ലേ? പിന്നെ ഫിഷിംഗ് കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കും. പപ്പായും പപ്പ ഉൾപ്പെടെ എല്ലാവരും ഐസ്ക്രീമാണ്. MAY